ഹലോ ഫ്രണ്ട്സ്, സച്ചിനും രവീന്ദ്രയും നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി കൂടി ഓർപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയായാലും നമ്മൾ ആ CCTV ക്യാമറ മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫുട്ടേജൊക്കെ എടുത്തിട്ട് നമുക്ക് ആളെ പിടിച്ചേ പറ്റുമോ, 30 ലക്ഷം രൂപ എങ്ങനെയും തിരിച്ച് റിക്കവർ എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയാം, അതെ നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ, നീ അവിടെ ചെന്ന് ഇതെല്ലാം കളക്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സച്ചിയുടെ ആ കാര്യം ഞാനിട്ട് ആളുമായിട്ട് നല്ല കോൺടാക്റ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചിക്ക് ഒരു കോൾ വരണം. ആണോ, ശരി, ഓക്കെ, നാളെ തന്നെ എത്തിയേക്കാം എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് ഇരിക്കും. അപ്പോൾ കോൾ വന്ന സംഭവം പറഞ്ഞ് വേറെ ഒന്നല്ല, സച്ചി രേവതി ചോദിക്കുക, എന്താ സച്ചിയേട്ടാ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, എനിക്ക് നാളത്തെ ഒരു ഓട്ടം ഉണ്ട്, 3 ദിവസം ഓട്ടം ഉണ്ട്, നല്ലൊരു ഓട്ടം കിട്ടാനുള്ള ചാൻസാണെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു. ആണോ, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പം കൂടുതൽ വെച്ചിട്ട് കയറ്റം വരും. ആ കാര്യം എന്ന് പറഞ്ഞാൽ വീട് പണിയാൻ പറ്റും, നമുക്ക് റൂമൊക്കെ എടുക്കാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടം കിട്ടണം, നല്ല ഇതൊക്കെയാണെന്ന് പറഞ്ഞ് രേവതിയോട് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ സീൻ കഴിയുമ്പോൾ വ്യത്യാസം കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതി മീരെ കാണാൻ വേണ്ടി എന്തുകൊണ്ട് കുറേ നാളായല്ലോ കണ്ടിട്ട് ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറേ ദിവസം കണ്ടിട്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷങ്ങളോട് വിശേഷം അവിടെ അറിഞ്ഞിപ്പം ശരത്ത് എന്നെ കണ്ട് അവിടെ ഞാൻ ആൻ്റണിയുമായിട്ട് കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയം ഉണ്ടാക്കിയിട്ടിരിക്കുക. അപ്പം ഞാനവിടെ കാശ് കടം മേടിക്കാൻ പോയതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയും ഇത് ആൻ്റണി കണ്ട് സംസാരിക്കണം. മാത്രമല്ല വേറെ ഒരു കാര്യമുണ്ട്, മറ്റേ 30 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയി അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി CCTV ക്യാമറ നമ്മുടെ ഈ ക്ഷേത്രത്തിലുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി അവനെ കൊണ്ട് തന്നെ ആൻ്റണിയെ കൊണ്ട് മേടിപ്പിക്കണം. നമുക്ക് അതിൻ്റെ 30 ലക്ഷം രൂപ കിട്ടും, അവനെന്തെങ്കിലും കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ക്യാഷ് മുഴുവൻ അതായത് രവിച്ചൻ്റെ അടുത്ത് പോകും എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ശരത്ത് പറയുന്നുണ്ട്, ശരത്തല്ല നമ്മുടെ മീര പറയുന്നുണ്ട്, നമുക്ക് കൊടുക്കണോ, അവൻ്റെ അടുത്ത് കൊടുക്കണോ, കാരണം കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗുലുമാലാകുന്നുണ്ട്. ഇല്ല, വേറെ ആരും ഇതിൻ്റെ ഡീൽ ചെയ്യാനില്ല മീരെ, അപ്പോൾ ആൻ്റണി തന്നെ ഡീൽ ചെയ്താലേ ശരിയാവത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണ്, കുഴപ്പമില്ല, നമുക്ക് അവനെ വിളിക്കാമെന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളിക്കാമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആൻ്റണിയെ വിളിക്കുകയാണ്. എനിക്കൊന്ന് കാണണം എന്നുള്ള രീതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയല്ല രേവതിയും സച്ചിയും ശരത്ത് സംസാരിക്കുന്നുണ്ട്. ശരത്തിനോട് സച്ചിയോട് ചോദിക്കണേ, എടാ നീ കണ്ടത് ഉറപ്പാണോ, അല്ല ചുമ്മാ പറയുന്നതാണോ, എന്താ അവസ്ഥ എന്ന് പറയുമ്പോൾ സച്ചിയുടെ പല പ്രാവശ്യം അവർ വന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം മേടിച്ചപ്പോഴും ഞാൻ അവരെ മാറി നിൽക്കുക, അതായത് ഈ കുടുംബത്തിൽ മരുമോളാണ് കണ്ടുകൊണ്ട് തന്നെ ഞാൻ മാറി നിൽക്കുകയാണ് ചെയ്തത്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാമെന്ന് പറയുമ്പോഴത്തേക്ക് പറയുകയാണ് രേവതി, ചേട്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ പല രീതിയിലുള്ള ഇടപാട് അവർ തമ്മിൽ നടക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അവർ സച്ചി പറയണത് അത് എന്താണെങ്കിലും അത് കണ്ടുപിടിക്കാം, അത് കണ്ടുപിടിച്ചേ മതിയാകത്തുള്ളൂ. ഇവർ ഇത്ര രീതിയിൽ കബളിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയണ, ചേട്ടാ എന്താണല്ലോ ഒരു ദിവസം തെളിയും ചേട്ടാ, കള്ളത്തരം കാണിക്കുന്ന ആരാണെങ്കിലും ആ കള്ളത്തരം പിടിക്കപ്പെടും ചേട്ടാ, ഒന്നും പേടിക്കണ്ട എന്നുള്ള ഇത് നമ്മുടെ രേവതി പറയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ രേവതിയില്ല നമ്മുടെ ശ്രുതി ആൻ്റണി വിളിച്ചു വരുത്തേക്കും കാണാൻ നിൽക്കുമ്പോഴത്തേക്ക് മീര ചോദിക്കുകയാണ്, എന്തിനായിട്ട് ഇങ്ങോട്ട് വിളിച്ച്, നമുക്ക് അവിടെ പോയി കാണത്തില്ലെന്ന്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അവിടെ പോയി പല പ്രാവശ്യം കാശ് മേടിച്ചതിൻ്റെ ഇതുകൊണ്ടാണ് ഈ ശ്രുതിയല്ല ഈ ശരത്ത് കണ്ടിട്ട് എന്നെ കണ്ടെന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കി. ഇന്ന് ഞാൻ പോവുകയാണെങ്കിൽ എന്താ കാര്യങ്ങൾ, അതായത് ഈ 30 ലക്ഷം രൂപ മേടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് ഓർത്ത് അവർ പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മൾ അതൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് പോയി ക്യാഷ് അവനെ വിളിച്ച് വരുത്തിയിട്ട് അവനത്തെ കാര്യം പറയാം, അതാകുമ്പോഴത്തേക്ക് ഡീൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ആൻ്റണി വന്നിട്ട് പറയും, ആൻ്റണി ഒരു കാര്യം ആദ്യം പറയുക, നീ മറ്റേ ആ വീഡിയോ ലീക്കാക്കിയില്ലേ, ശരത്തിൻ്റെ വീഡിയോ ലീക്കാക്കിയില്ലേ, ആ വീഡിയോ ലീക്കാക്കിയത് നീയാന്നൊരു സംശയം അവർക്കുണ്ട്, അതുകൊണ്ട് അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവരെന്നെ ചെയ്യാനാ, ഞാൻ അവരൊന്നും പേടിക്കത്തൊന്നുമില്ലെന്ന് പറയുന്നത്. പേടിക്കോ ഇല്ലെന്നല്ല, അവർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിഷയം ഉണ്ടാകും, ഞാനും അതിൻ്റെ ഉൾപ്പെട്ടെന്നുള്ള രീതിയിൽ വരത്തുള്ളൂ, അത് പിടിക്കപ്പെടുക, അതുകൊണ്ട് അതിൽ നിന്ന് നീ പെട്ടെന്ന് മാറണം എന്ന് പറയണം. അതിന് എന്നാ മാറാതിരിക്കുന്നത്, ഞാനതിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല, ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം എന്നെ വിളിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഞാനും സുധിയും കുറിച്ച് ഒരു വീട് മേടിക്കാൻ ഉദ്ദേശിച്ചു. ആ വീട് മേടിച്ചിട്ട് അതിൻ്റെ 30 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു, പക്ഷേ ആൾ ഞങ്ങളെ കബളിപ്പിച്ചിട്ട് പോയി. ആ 30 ലക്ഷം നീ എനിക്ക് എങ്ങനെയാലും റിക്കവർ ചെയ്ത് തരണം, നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ചിട്ട് പറയാം, അത് ശരിയാ തരാം, പക്ഷെ മേടിച്ചുതരാം, പക്ഷേ എനിക്ക് 60,000 രൂപ വേണമെന്ന് പറഞ്ഞു. 60,000 രൂപ അത് ഇച്ചിരി കൂടുതലല്ലേ, കാര്യം നടക്കണം മതി, അല്ലാതെ ഞങ്ങൾക്ക് സിമ്പിളായിട്ടൊന്നും അല്ല, വലിയ ഡിമാൻഡായിട്ടൊന്നും അല്ല, എൻ്റെ ജോലിക്കുള്ള കൂലി മാത്രമേ ഞാൻ അന്വേഷിക്കുന്നുള്ളൂ, അല്ല ചോദിക്കുന്നുള്ളൂ, അത് മാത്രം തന്നാൽ മതി എന്നുള്ളവർ പറയുമ്പോഴത്തേക്ക് ആണോ, അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നുള്ള രീതി പറഞ്ഞ് നിൽക്കണം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സിനിമ നമ്മുടെ ശരത്തിനല്ല നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം, മറ്റേ കസ്റ്റമറെ കിട്ടിയപ്പോഴത്തേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾ എവിടെ നിന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഞങ്ങൾ മനുഷ്യക്കരോ
അത് മനുഷ്യക്കാരൻ. ഞങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ, ഞാൻ കൊച്ചിൽ തൊട്ട് അങ്ങനെ അവിടെയാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും അവിടെയായിരുന്നു, ഞാനും എൻ്റെ ഭാര്യ എല്ലാം അവിടെ തന്നെയാണ്. ഇപ്പം വന്ന് ഞങ്ങൾ വർഷം അവിടെ വരും. ഞങ്ങൾക്ക് ചെറിയ നാട്ടിലുള്ള ചെറിയ ട്രിപ്പ്, ഈ നോർത്ത് ഇന്ത്യയിലും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ട്രിപ്പ് വെക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് വന്നാന്ന് പറയും. ഇവിടുത്തെ ഭാര്യ പറയും, അതെ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നല്ല, ചേട്ടൻ്റെ 60ാമത്തെ പിറന്നാളായി പ്രാവശ്യം ഇന്ന്. അതുകൊണ്ട് ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ക്ഷേത്ര ദർശനം നടത്താനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് പരിചയമുള്ള ക്ഷേത്രമുണ്ട്, അവിടെ നല്ല പൂജകളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ പൂജ നടത്തണം, അതൊന്ന് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ രേവതി വിളിക്കാം. രേവതി നീ നേരെ പോയി പൂജാരിയെ കാണണം, പൂജാരിയെ കണ്ടിട്ട് ഇന്ന പൂജകൾ നടത്തണം, അത് നമ്മുടെ വേണ്ടപ്പെട്ട കസ്റ്റമറാണ്, അപ്പോൾ അതുകൊണ്ട് നടത്തണം എന്നുള്ള രീതി പറയുമ്പോൾ ശരിയാ സച്ചേട്ടെന്ന് പറഞ്ഞ് രേവതി നേരെ ക്ഷേത്രത്തിലോട്ട് കയറി പോവാണ്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് നേരെ ക്ഷേത്രത്തിൽ വരിക, കോളേജിൽ പോകുന്ന മുമ്പ് ക്ഷേത്രത്തിൽ വരിക. ക്ഷേത്രത്തിൽ വന്നിട്ട് പറയുവാണ്, ഇന്ന പോലെ എനിക്ക് ഞാൻ കോളേജിൽ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചേച്ചി എന്തെന്ന് ചോദിച്ചാൽ അകത്തോട്ട് പോയിട്ടുണ്ടെന്ന് പറയും. അപ്പം ദൈവം പറയും, നീ താമസിക്കേണ്ടത് ഈ പോക്ക് എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല പോകാമെന്ന് പറയും. അങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഈ നമ്മുടെ ആൻ്റണി കയറി വരുവാണ്. ആൻ്റണി കയറി തന്നെ ക്ഷേത്രത്തിൽ വന്നിട്ട് മറ്റേ ആളെ കണ്ട് CCTV ഫുട്ടേജ് എടുക്കാൻ വേണ്ടി വരുവാണ്. അപ്പോഴത്തേക്ക് തന്നെ ലക്ഷ്മിയമ്മ ചോദിക്കും, ഇതാണ് ആൻ്റണി വന്നേക്കുന്നത്, ഇത് വലിയ വിഷയമുണ്ടോ? എടാ നീയായിട്ട് വലിയ വിഷയമുണ്ടോ? അറിയത്തില്ലമ്മേ, ഞാനായിട്ട് ഒരു വിഷയം ഇതുവരായിട്ടില്ല. പഴയ വിഷയം വല്ലതും വെച്ച് വൈരാഗ്യം കാണിക്കാൻ വേണ്ടി വന്നതാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പം അവൻ ക്ഷേത്രത്തിനകത്താണല്ലോ കയറിപ്പോയെന്ന് പറയാം. അപ്പം പറയണം, അത് സച്ചി അല്ല ചേച്ചി അങ്ങോട്ട് പോയിട്ടില്ലെന്ന് ചോദിക്കും. അത് ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പേടി, എനിക്കൊന്ന് ഞാനും അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും പോകണ്ട, പറഞ്ഞാൽ വലിയ വിഷയമൊന്നും ഉണ്ടാകത്തുന്നില്ല, അത് രേവതിയല്ലേ പോയേക്കുന്നത്, രേവതിയായിട്ട് യാതൊരു രീതിയിലും വിഷയമൊന്നും ഉണ്ടാക്കത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആ സച്ചി നോക്കിക്കോളും, നീ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, നീ പൊക്കോ മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരി അമ്മ ഞാൻ അപ്പം ഇറങ്ങുക എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു സീനാണ്. അത് ദേവും ലക്ഷ്മിയും ശരത്തെല്ലാം പേടിക്കുന്നുണ്ട് ഈ നമ്മുടെ ആൻ്റണിയെ കണ്ടിട്ട്. അങ്ങനെ ഒരു സീനാണ് നമ്മൾ ഇന്നത്തോടെ അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം, ഇതെല്ലാം നമ്മൾ നാളെ രാവിലെ തന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.